ഇങ്ങനെ ഇരുട്ട് വെളുക്കോളം ഇരുന്ന് കുടിക്കാനൊക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അവള് പറയുന്നതിലും ശകല കാര്യമുണ്ട്. അല്ലടോ അപ്പച്ച മാപ്പിളെ? ആരുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയാലോ? മതിയടാ ഞാൻ പോവാ. അച്ചായം പറയുന്ന കേട്ടാ തോന്നുന്നില്ല ഇവിടെ ഇരിക്കാൻ കാരണം ഞാനാണെന്ന്. വാ പോ. എന്റെ ഭാര്യയുടെ കമലാക്ഷി മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ ഭാര്യ എന്റെ മോൻ തുടങ്ങി പാതിരാത്രിക്ക് മോനോടൊരു സ്നേഹം. എന്റെ മോനല്ലാതെ പിന്നെ ആരും ചോദിക്കാൻ? നീ ആരടി? ഞാൻ ആരുമല്ല. വേണ്ടിപ്പോകരുത്, കൊല്ലും ഞാൻ. നിന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, ഇതേ അട്ടേപ്പൂല് ഇതേ കിടക്കുന്നത് എന്റെ ഭാര്യ. അവളെ വിചാരിച്ചിട്ട് വാജിനെ വരട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ള അവളുടെ അനിയത്തി നീ ഇങ്ങോട്ട് കിടക്കുന്നേ. ചുമ്മാ എന്നെ അങ്ങനെ വരട്ടാതെ ഞാനൊരു ചാവിട്ട് വെച്ച് തരും. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നേ? ഇന്നും ഹെഡ് മാസ്റ്റർ ചത്തോ? എനിക്കറിയില്ല. ഞാൻ വരാം. പിടിച്ചോ, ഇനി നീ പിടിക്കോ. ഓരോന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷം വാങ്ങിച്ച് കഴിച്ചെല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. വാസുവിനാണെങ്കിൽ ബോധമില്ല, നിന്റെ അനിയത്തിപ്പിണിനാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാട് എനിക്കറിയാൻ കമലാക്ഷി. തലയിൽ എഴുതിയത് അനുഭവിക്കാൻ നിൽക്കൂ. നീ അങ്ങനെ സമാധാനിക്ക്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അന്ന് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാല് ഞാനതെങ്ങനെ സഹിക്കും അച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും? എന്നെ എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതുങ്ങളുടെ കൂടെ കഴിഞ്ഞോളാം. കരയാതെ കുഞ്ഞ്, എല്ലാത്തിനും ഒരു വഴി കാണും. എന്നായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും.
കുളിക്കാൻ പോകുന്നു പറഞ്ഞ് തുണി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തർ തേങ്ങ ചോദിക്കുമ്പോൾ നേരെ അടുക്കള വന്ന് കയറിക്കോളൂ. നിന്റെ അച്ഛൻ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റുന്നത് ഇന്ന് അങ്ങനെ വരട്ടെ. ശിവരാമനാളെ അവിടെ നിൽക്കേ. അങ്ങനെ അങ്ങ് ഓടിയാലോ? എന്താ ആളെ കണ്ടപ്പോഴേ ഓടുന്നത്? സംസാരിക്കില്ലയോ? എന്തിനാ ഓടുന്നേന്ന്? അച്ഛനെവിടെ? ഇവിടില്ലേ? ഇല്ല, പാടത്തു പോയി. പാടത്തു പോയി. ആ, പാടത്ത്. സുശീലയുടെ അമ്മ എന്താ വേറെ താമസിക്കുന്നത്? ആവോ, എനിക്കറിയത്തില്ല. സുശീല എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ആരുമില്ലേ? എന്ന് വെച്ചാല് അച്ഛനും അമ്മയും. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് എനിക്ക് വേറെ ഓർമ്മകളാണ്. അപ്പോ ഇവിടെ എന്തിനാ വന്നത്? എനിക്ക് ഈ നാട് ഇഷ്ടപ്പെട്ടു, നാട്ടുകാരെ. ആ നാണു ഒന്ന് അന്വേഷിച്ചാല് ഞാൻ വെറുതെ ഒന്ന് ചുറ്റി നടക്കാൻ പോയി എന്ന് പറഞ്ഞേക്കാം. ഇതുപോലെ ആളില്ലാതെ വരുമ്പോ അയൽവക്കത്തെ ഭരണം കൂടെ സുശീല നോക്കേണ്ടി വരും. വേണ്ടായിരുന്നു. അങ്ങേര് മഹാ ചീത്തയാണ്. എന്തോ ചീത്ത എന്ന് പറഞ്ഞാല്? അങ്ങേര് കള്ളുകൂടിയനാണ്. കള്ളു കുടിക്കുന്ന ചീത്തയാണ്? അതെ, ഞാനും കള്ളു കുടിക്കുമല്ലോ. അത് ഇത് അങ്ങനെയല്ല. അങ്ങേര് ചട്ടമ്പിയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയില്ലെങ്കിൽ തോന്നണ്ട. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ച കാര്യം മാത്രം പറഞ്ഞില്ല. എന്ത്? അങ്ങേരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരത്തില്ല. നീ പറഞ്ഞു തന്നില്ലെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞു തരും. ശിവരാമൻ നായരെ, ശിവരാമൻ നായരെ. അപ്പോഴത്തെ ഇങ്ങോട്ട് കഴിഞ്ഞു. അച്ഛനെ വിളിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു കടലാസും പെൻസിലെടുത്തോ, എഴുതി വെച്ചു. കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞാ മതി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി എടുക്കാം. ഒരു കടലാസും പെൻസിലെടുത്തോ, എഴുതി വെച്ചു. കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞാ മതി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി ഒരു കടവുണ്ട്. കടവ് കടന്ന് നേരെ പോയാൽ ഒരു മുക്കുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് എഴുതോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി. സൈക്കിളൊന്നും എടുത്തോട്ടെ. എങ്ങോട്ടാണ്? ഇവിടെ വരെ. സാറെങ്ങോട്ടാ? ഇവിടെ വരെ. ഇവിടെ വരെ. അതാരും തിരക്കുന്നില്ല, അറിയേണ്ട കാര്യമില്ല. എന്നിട്ടും വെറുതെ തിരക്കുന്നു. എങ്ങോട്ടാണ്? ഉത്തരം വീണ്ടും ഇവിടെ വരെ. ഇവിടെ, ഇവിടെ. ഇവിടം രഹസ്യമാണ്, അതാരും ആർക്കും വിട്ടുകൊടുക്കില്ല. എങ്ങോട്ടാ? ഇവിടെ, എവിടെ? ഇവിടെ, 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 ഇവിടെ വരെ. ഇതാ, ഇവിടെ വരെ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതാണോ പൈലിയുടെ വീട്? അതെ. പൈലി ഇവിടെ ഉണ്ടോ? ഇല്ല. എപ്പോ വരും? അവന്റെ കാര്യം അങ്ങനെ പറയാനും നോക്കൂല. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാന് വാലുപറമ്പിലെ വീട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്നതാ. ഒരു ചിത്രകാരനാ. ദേശാടനത്തിന് ഇറങ്ങിയ കൂട്ടത്തില് ഇതിലെ വന്നതാ. ഇന്നലെ ചാരായ ഷാപ്പിൽ വെച്ച് ഞാനും പൈലിയും കൂടി ചെറിയ കശുവിശ ഉണ്ടായി. കണ്ടപ്പോഴേ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. ഇരുന്നാട്ടെ.
അവിടെ വന്ന് എന്നെ കൊല്ലുമെന്ന് ആ പൈലിയാശാൻ പറഞ്ഞിരിക്കുന്നേ. എങ്കിൽ പിന്നെ അത് വേണ്ട, അങ്ങനെ വല്ലതും നടക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് ആയിക്കോട്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതെവിടെയായിരുന്നു മോളെ? ആ തോട്ടിൽ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല. നാട് മുഴുവൻ നടത്തിച്ചു. പൈലിയുടെ മോള അമ്മണി എന്നാ പേര്. നിന്റെ അപ്പന്റെ പണിയാ കൊള്ളാവുന്നവരുമായിട്ട് വഴക്കുണ്ടാക്കുക. അവസാനം ഉത്തരം പറയാൻ ഞാനും. ഇനി പൊയ്ക്കോ, ഞാൻ അവന്റെ ചേട്ടനാ. അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അവൻ വന്ന് മാപ്പി ചോദിക്കും. എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? വൃത്തികേട് കാണിച്ച മാപ്പി ചോദിക്കണ്ടേ? എന്റെ അപ്പച്ചൻ ആരോട് മാപ്പ് പറയത്തില്ല. ആ വലിയൊരാള് വന്നിരിക്കുന്നു എന്റെ അപ്പനോട് ഉടക്കാൻ. ചിലപ്പോ മാപ്പ് പറഞ്ഞെന്നും വരും. ഒന്നും വരത്തില്ല. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ പറ്റിയാല്? എടി പോടി അപ്പുറത്ത്. നീ പോയൊരു ചായ ഇട്ടുണ്ടോ? എന്നെ കൊണ്ടെന്ന് പോയാ ചായ ഇട്ടോണ്ട് വരെ. ഞാൻ വരട്ടെ. ഇരിക്കും. ഏതായാലും വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ആ സ്ഥിതിക്ക് ഞാനെങ്കിലും മര്യാദ കാണിക്കണ്ടേ? എടി നിന്നോട് ഞാനാണ് പറഞ്ഞത് പോയി ചായ ഇട്ടുകൊണ്ട് വരാൻ. എന്നാ അപ്പച്ചൻ ഇതാ പറയുന്നത്? എന്നെ പറഞ്ഞ് പറ്റിക്കുക. എടീ, ഒരു സിനിമ പോയാൽ വേറൊരു സിനിമ വരും. നിന്നെ സിനിമ കാണിച്ചിരുന്ന പോരെ. വയലിക്കുഞ്ഞെ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ? വഴക്കോ? ആരോട്? ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ? ആ, ഉണ്ടാക്കി കാണും. ആ, എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു. ആര്? നീ വഴക്കുണ്ടാക്കിയില്ലേ? അതേ പയ്യൻ തന്നെ. എന്തിനു വന്നു? ആ, ഇന്നലത്തെ ബാക്കി ചോദിക്കാൻ. അപ്പച്ചോ വന്ന് കിടക്ക, എനിക്ക് ഉറക്കം വരുന്നു. വയലിക്കുഞ്ഞെ, നീ നാളെ കാലത്ത് ആ വാലിപ്പറമ്പിൽ വരെ ഒന്ന് പോണം. എന്തിന്? ആ പയ്യൻ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ പോയി അവനോട് മാപ്പി ചോദിക്കണം. അച്ഛാ, മറുത്തൊരക്ഷരവും പറയരുത്. നാളെ തന്നെ പോണം. മനസ്സിലായോ? അച്ഛൻ എന്താ പറയുന്നത്? ഇത് നല്ല കഥ. ഷാപ്പിലേക്ക് കൊടുക്കാൻ വന്നു, പോരാഞ്ഞിട്ട് വീട് വരെ കൊടുക്കാൻ വന്നു. എന്നിട്ട് അച്ചായം പറയാ നീ പറഞ്ഞത് നേരാ. അവൻ പിന്നെയും ഉടക്കാൻ വന്നിരിക്കുക. അപ്പൊ അവനൊരു വെറുതെക്കാരനല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചു. ആരുമില്ലേടാ അവിടെ? അങ്ങേരുണ്ടോ? എന്നാലും കൂട്ടി വിളി. ഉറങ്ങുക. ഉറങ്ങിയാലെന്താ? വിളിച്ച ഉണർത്തില്ലയോ? ഉണരും. എന്നാ പോ, ഉണർത്തടാ. പോയിട്ട് വേറെ ജോലിയുണ്ട്. ശരി. വരണം പൈലിയാശാൻ. വേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. അതെന്താ ഇങ്ങോട്ട് കയറിയല്ലെന്ന് വാശിയാണ്? അച്ചായം പറഞ്ഞു ഇവിടെ വന്നാണ്ട് മാപ്പ് പറയണം. അച്ചായം പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. പൈലിയാശാനെ കയ്യൊന്നു കിട്ടിയാട്ടെ.